ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് 2 ആണ്. കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ ക്ലാസ്സും. പ്രീവിയസ് ക്ലാസ്സിൽ എക്സാമിന് വന്ന് കണ്ടിട്ടുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ്, എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ്, കംപ്ലീറ്റ് ദ സെന്റൻസ് ക്വസ്റ്റ്യൻസ് ഇവയൊക്കെയാണ് നാം ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ തുടർച്ചയായ എസ്സേ, ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. So let's move on to our topic. First of all, we have to discuss the character sketch of Nomida, which was important question for our exams. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലേ? 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, കംപ്ലീറ്റ് ദ സെന്റൻസ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ്, ഇവയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത. ഈ ക്ലാസ്സിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ സ്കെച്ച്, അതുപോലെ തന്നെ ചോദിച്ചു കണ്ടിട്ടുള്ള പാനൽ ഡിസ്കഷൻ, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നോമിത ഉണ്ടല്ലോ, മാച്ച് ബോക്സിൽ സെൻട്രൽ ക്യാരക്ടർ ആയിട്ടുള്ള നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച് ആണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. ആദ്യമായിട്ട് ക്യാരക്ടർ സ്കെച്ച് ഓഫ് നോമിത. എ മീക്ക് ഇമ്മച്വർ ഗേൾ ഓർ എ ബോൾഡ് സ്ട്രേറ്റ് ഫോർവേഡ് ലേഡി. ഇതൊരു ക്വസ്റ്റ്യൻ ആട്ടോ. നോമിത എന്ന് പറയുന്നത് ഒരു മീക്ക് ഇമ്മച്വർ, അതായത് മെച്യൂരിറ്റി ഇല്ലാത്ത മീക്കായ ഒരു ഗേൾ ആണോ, അതോ ബോൾഡും സ്ട്രൈറ്റും ആയിട്ടുള്ള ഒരു ഗേൾ ആണോ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. ഇങ്ങനെയും നമുക്ക് ക്യാരക്ടർ സ്കെച്ച് സ്റ്റാർട്ട് ചെയ്യാം. The character of Nomida evokes ambivalent thoughts in the mind of readers. Though Ashapurna Devi, the creator, has done it purposefully so that she may be compared to a matchbox. നോമിതയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. കാരണം അവള് ഹസ്ബൻഡിന്റെ അടുത്തൊരു ബിഹേവിയർ ആണ്, ഫാമിലിയുടെ അടുത്തൊരു ബിഹേവിയർ. കാരണം എന്താന്ന് വെച്ചാൽ അവളുടെ സിറ്റുവേഷൻസ് ആണ് അവളെ ഓരോ സിറ്റുവേഷനിലും ഓരോ തരത്തിൽ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. അവളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് റീഡേഴ്സിന്റെ മൈൻഡില്, അത് അവളുടെ ക്യാരക്ടറിന് പറ്റി അറിയുന്ന ഒരാളുടെ മൈൻഡിൽ ആംബിവാലന്റ് ആയിട്ട്, കാരണം കറക്റ്റ് അല്ലാതെ ഒരു 2 തരത്തിലുള്ള തോട്ട്സ് ഉണ്ടാക്കുന്ന ടൈപ്പ് ക്യാരക്ടറാണ് നോമിതയുടേത്. അങ്ങനെ ആ ടൈപ്പിൽ ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തത് ആശാപൂർണ ദേവി മനഃപൂർവ്വം തന്നെ, പർപ്പസ്ഫുള്ളി തന്നെയാണ്. നമ്മുടെ മാച്ച് ബോക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ആശാപൂർണ ദേവി നമ്മുടെ നോമിതയെ ഒരു മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. എന്തിനാ ഒരു ലേഡിയെ അല്ലെങ്കിൽ ഒരു വിമണിനെ മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? കാരണം അവളിലും ടാലൻസും കഴിവുകളും എല്ലാം ഉണ്ട്. അത് അവളിൽ മാത്രം ഒതുങ്ങിപ്പോവാണ്. പക്ഷെ നല്ലൊരു സിറ്റുവേഷൻ ഫയർ, അവളിൽ നിന്നും ഫയർ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് ഇവിടെ നോമിതയെ ആശാപൂർണ ദേവി ഒരു മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. സോ ദാറ്റ് ഷീ മേ ബി കമ്പയർഡ് ടു എ മാച്ച് ബോക്സ്. അവളെ ഒരു മാച്ച് ബോക്സുമായിട്ട്, തീപ്പെട്ടിയായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ആസ് എ ടൈറ്റിൽ ഗോസ്, ടൈറ്റിൽ പോലെ തന്നെ, ടൈറ്റിലിൽ മാച്ച് ബോക്സ് എന്ന് പറയുന്നത് ആരെയാ ശരിക്കും ഉദ്ദേശിക്കുന്നത്? നോമിതയെ തന്നെയാണ്. കാരണം അവളുടെ ക്യാരക്ടർ ആണല്ലോ നമ്മുടെ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി എന്താവുന്നത്, മാച്ച് ബോക്സ് പോലെ പൊട്ടിത്തെറിക്കുക. അവളും ഒരു ഫയർ ആയിട്ട് മാറുവാണ് അല്ലെ? അവളുടെ സാരി തീ കൊളുത്തിയിട്ട് അവൾ അജിത്തിനെതിരെ ഉള്ള ഒരു റിപ്ലൈ പോലെ, അല്ലെങ്കിൽ അജിത്തിനോടുള്ള ഒരു റെസ്പോൺസ് എന്ന നിലയ്ക്കാണ് നോമിത തന്റെ സാരിയിൽ തീ കൊളുത്തുന്നത് അല്ലെ? Nomida explodes when she learns that her mother's letters to her was opened and read but not given to her. നോമിത എപ്പോഴാണ് എക്സ്പ്ലോഡ് ചെയ്യുന്നത്? എക്സ്പ്ലോഡ് ചെയ്യാൻ മീൻസ് പൊട്ടിത്തെറിക്കാൻ നോക്കിയ. എപ്പോഴാണ് നോമിത എക്സ്പ്ലോഡ് ചെയ്യുന്നത്? അവളുടെ അമ്മയുടെ, നോമിതയുടെ അമ്മ അവൾക്ക് ഒരു ലെറ്റർ അയക്കുന്നുണ്ട് അല്ലെ? ആസ് എ വുമൺ അവർ അനുഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ആ അമ്മ നോമിതയ്ക്ക് ഒരു ലെറ്റർ അയക്കുന്നുണ്ട്. അത് വായിച്ചതിന് ശേഷമാണ് താനും ഇതുപോലൊരു സിറ്റുവേഷനിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. ഇനിയും ഇതൊക്കെ താൻ ബെയർ ചെയ്യാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ തനിക്കും തന്റെ അമ്മയെ പോലെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ മെന്നിന്റെ ഓപ്പറേഷൻസ് സഹിച്ച് ജീവിക്കേണ്ടി വരുമെന്ന് കരുതിയിട്ട് അവള് അപ്പോഴാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്, ലാസ്റ്റ് ആണ് പൊട്ടിത്തെറിക്കുന്നത്. She has to bear the insult and sarcastic remarks. അവൾ എന്തിനാണ് അജിത്തിനോട് എന്ത് ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നത്? അവൾക്ക് അവളുടെ അമ്മയിൽ നിന്ന് വന്ന ലെറ്റർ വായിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അജിത്ത് ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുക അല്ലെ? അവൾക്ക് അവളുടെ അമ്മ അയച്ച ലെറ്റർ
അത് ആദ്യം അജിത്ത് തുറന്ന് വായിച്ചതിന് ശേഷം മാത്രമാണ് നോമിതയ്ക്ക് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നോമിത എന്നല്ല ഏതൊരു ലേഡി ആണെങ്കിലും എക്സ്പ്ലോർ ചെയ്യാം. അത് മാത്രമാണ് അവളും അവിടെ ചെയ്യുന്നത്. പക്ഷെ ആ എക്സ്പ്ലോഷൻ ആണ് നമ്മുടെ ഈ സ്റ്റോറിയിലെ ലീഡിങ് ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത്. She has to bear the insult and sarcastic remarks of her husband of being a dung picker's daughter. ഒരു ഡങ് പിക്കേഴ്സ്, ഒരു ചാണകം വാരുന്ന ആളുടെ മകളാണല്ലോ നമ്മുടെ നോമിത. അവളെ ഒരു റിച്ച് ആയിട്ടുള്ള ഫാമിലിക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവരിക. സോ ആ രണ്ട് ഫാമിലീസ് തമ്മിലുള്ള ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ആ റിച്ച് ഫാമിലിയിൽ അവൾ ഒരുപാട് ഒപ്രഷൻസ് സഹിക്കുന്നുണ്ട്. കാരണം ഫിനാൻഷ്യലി ഡൗൺ ആയ ഒരു സ്ത്രീയാണ് നോമിത. അവൾ ഒരുപാട് ഇൻസൾട്ടും സർക്കാസ്റ്റിക് ആയിട്ടുള്ള റിമാർക്സും പരിഹാസം നിറഞ്ഞ ഒരുപാട് വാക്കുകളും എല്ലാം അവൾ ആ ഫാമിലിയിൽ നിന്ന് നേരിടുന്നുണ്ട്. ഹു പ്രിറ്റൻസ് ടു ബി എ ക്യൂൻ, ഇറ്റ് വാസ് ടു മച്ച്. അവളോട് പറയുന്നുണ്ടല്ലോ, എ ഡങ് പിക്കേഴ്സ് ഡോട്ടർ ഹു പ്രിറ്റൻസ് ടു ബി എ ക്യൂൻ. അതായത് ഒരു ചാണകം വാരുന്ന ആളുടെ മകളായി നീ ഒരു രാജ്ഞിയെ പോലെ നടിക്കുകയാണോ എന്നൊക്കെ അജിത്ത് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ അവൾക്ക് നേരെ ഉയർത്തുന്ന സർക്കാസ്റ്റിക് ആയിട്ടുള്ള പരിഹാസം നിറഞ്ഞ റിമാർക്സ് ആണ്. അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇൻസൾട്ടിങ് ആവുന്നുണ്ട്. ഏതൊരു സ്ത്രീയെ കൊണ്ടും ബെയർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കമന്റ്സ് ആണ് അജിത്തിന്റെ ഭാഗത്തുനിന്ന് നോമിതയ്ക്ക് നേരെ ഉണ്ടാവുന്നത്. ഇറ്റ് വാസ് ടു മച്ച്. അജിത്തിന്റെ ഇത്തരം ആറ്റിറ്റ്യൂഡ് ഒക്കെ ടു മച്ച് ആണ്, വളരെ മോശമായിട്ടാണ്. She grabs his matchbox and flares up her saree. അങ്ങനെ ഫൈനലി അവൾ എന്താ ചെയ്യുന്നത്, അജിത്തിന്റെ പോക്കറ്റിൽ നിന്ന് മാച്ച് ബോക്സ് എടുത്തിട്ട് അവളുടെ സാരി തീ കൊളുത്തുന്നു, സാരിക്ക് തീ കൊടുക്കുന്നു. Though Ajit is able to put out the fire on her sari, he cannot put out the fire inside her. അജിത്തിന് ആ ടൈമിൽ അവളുടെ സാരിക്ക് അവള് ഫയർ കൊളുത്തുന്ന ടൈമിൽ അജിത്ത് ആ ഫയറിനെ കെടുത്തുന്നുണ്ട്. അതിനെ പുട്ട് ഔട്ട് ചെയ്യാൻ, എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ അജിത്തിന് സാധിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ ഉള്ളിലെ ഫയറിലെ, അതായത് അവനോടുള്ള ആ ഒരു റിവെഞ്ചോ ആ ഒരു റിയാക്ഷൻ എന്ന ഫയറിനെ പുട്ട് ഔട്ട് ചെയ്യാൻ, എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ അജിത്തിനെ കൊണ്ട് സാധിക്കുന്നില്ല. Perhaps Nomita lacks her own space and it is her effort to establish and reinforce herself. ആ ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ ബീങ് എ വൈഫ്, നോമിതയ്ക്ക് അവളുടെ ക്യാരക്ടറും സെൽഫും തന്നെ നഷ്ടപ്പെട്ട് ഇരിക്കുകയാണ്. അവൾക്ക് അവളുടേതായ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ ആ വീട്ടിൽ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവള് ഒരു അവളുടെ സെൽഫിനെ, അവളുടെ വ്യക്തിത്വത്തെ റീഇൻഫോഴ്സ് ചെയ്തെടുക്കുകയാണ്. റീഇൻഫോഴ്സ് ചെയ്യാനുള്ള ഒരു എക്സ്റ്റാബ്ലിഷേഷൻ അവള് ചെയ്യുവാണ്. അവളുടെ സെൽഫിനെ റീഇൻഫോഴ്സ് ചെയ്യുകയാണ് അവള് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന്. Perhaps she is a sandwich between her mother and her husband. അവൾ ഒരു സാൻഡ്വിച്ച് പോലെയാണ് അവളുടെ ഹസ്ബൻഡിനും അമ്മയ്ക്കും. കാരണം രണ്ടും എൻറ്റയർലി തോട്ട്സ് ഡിഫറെന്റ് ഉള്ള ആളാണ്. ഇവരുടെ നടുക്ക് കിടന്ന് അവളൊരു സാൻഡ്വിച്ച് പോലെ ആയിട്ട് മാറുവാണ്. However, she tries to keep a happy face before the in-laws in that joint family, even when they pick her harshly. അവൾ എപ്പോഴും നല്ലൊരു സ്മൈലി ഫേസ്, നല്ല ഗുഡ് ആറ്റിറ്റ്യൂഡും ബിഹേവിയറുമാണ് അവളുടെ ഇൻലോസിന്റെ അടുത്തും മദർ ഇൻലോസിന്റെ അടുത്തും പിന്നെ അവളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്തും കാണിക്കുന്നത്. പക്ഷെ അവരിൽ നിന്നും എപ്പോഴും ബിറ്റർ എക്സ്പീരിയൻസും ആർഷായിട്ടുള്ള ബിഹേവിയേഴ്സും മാത്രമാണ് നോമിതയ്ക്ക് കിട്ടുന്നത്. Thus, all the emotions that get bottled up explode in one particular moment, and we find her burning the angle of her sari. Like, അവളുടെ മൈൻഡിൽ ഈ ആർഷി ബിഹേവിയേഴ്സും എല്ലാം വന്ന് അവളുടെ മൈൻഡിൽ വലിയൊരു ഫയർ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ ഫയറാണ് അവള് സാരിയിൽ കൊടുക്കുന്നത്. അതായത് അവളുടെ മൈൻഡിൽ ആ ഓപ്പറേഷൻസ് അനുഭവിച്ച് ഇതിനോട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ മൈൻഡ് കംപ്ലീറ്റ്ലി റെഡി ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് അവൾ ആ സാരിക്ക് ഫയർ ചെയ്യുന്നത്. However, here we are left the thoughts like whether it had been the only option before her to frighten her husband. അപ്പൊ നമുക്ക് വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാവുന്ന ഒരു ചിന്ത, ഇവള് ഈ സാരിക്ക് തീ കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു
ചിന്ത എന്താ? നൗമിത ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാ? അവളുടെ ഹസ്ബൻഡിനെ ഫ്രൈറ്റൻ ചെയ്യാനാ, പേടിപ്പിക്കാനാ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ആക്ച്വലി അവൾ അത് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടല്ല. അവളുടെ എന്താ റിയാക്ഷനും റിവെഞ്ചും എല്ലാമാണ് അവൾ ആ ആറ്റിറ്റ്യൂഡിലൂടെ ചെയ്യുന്നത്. ഇറ്റ് ഈസ് അവർ ഫ്രീഡം ടു ഇന്റർപ്രറ്റ് ഹർ ആക്ഷൻസ് ആസ് ബോൾഡ് ഓർ timid. ഇത് നമ്മളുടെ ഫ്രീഡമാണ്. ഈ ക്യാരക്ടറിലൂടെ ആശാപൂർണ ദേവി റീഡേഴ്സിനും ആ ഷോർട്ട് സ്റ്റോറിയിൽ ഒരു റോൾ കൊടുക്കുക. കാരണം നൗമിതയുടെ ഈ ആക്ഷൻ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്, വായിച്ചെടുക്കേണ്ടത് നമ്മളാണ്. ആ ആക്ഷനിലൂടെ അവൾ കാണിക്കുന്നത് ഒരു വീക്ക് ആയിട്ടുള്ള ലേഡിയെ ആണോ അതോ അവളുടെ ബോൾഡ് ക്യാരക്ടർ ആണോ എന്ന് റീഡേഴ്സ് ആയ നമ്മൾ ഓരോരുത്തരുമാണ് വായിച്ചിട്ട് എടുക്കേണ്ടത്. ഐ വുഡ് ഗോ വിത്ത് സ്ലോഗൻ ദ ബോൾഡ് ആൻഡ് ദ ബ്യൂട്ടിഫുൾ നോമിത. സോ നമുക്ക് അവളെ എന്ത് വിളിക്കാം? ബോൾഡ് ആൻഡ് ദ ബ്യൂട്ടിഫുൾ നോമിത. അവളുടെ വീക്ക്നെസ് കൊണ്ടല്ല അവൾ അത് ചെയ്തത് എന്ന് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അവളെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നോമിത എന്ന് നമുക്ക് അവളെ അഡ്രസ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ നോമിതയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്തതായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇമാജിൻ ദാറ്റ് എ ലീഡിംഗ് ആക്ടിവിസ്റ്റ് ഫോർ വുമൻസ് റൈറ്റ് ഈസ് വിസിറ്റിംഗ് യുവർ സ്കൂൾ. You are one of the students who got an opportunity to interact with her. Frame your questions on the need of women empowerment that you wish to ask. അതായത് സ്ത്രീകളുടെ ഒരു ഫെമിനിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്ത്രീകളുടെ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഒരു ലീഡിങ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരു ലേഡി നമ്മളുടെ സ്കൂളിലേക്ക് ഒരു ഗസ്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ അവളോട് ഇന്ററാക്ട് ചെയ്യാൻ, ആ ഗസ്റ്റിനോട് ഇന്ററാക്ട് ചെയ്യാൻ നമുക്കൊരു അവസരം കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരോട് എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കും? അങ്ങനെ ചോദിക്കുന്ന ഒരു 4 ക്വസ്റ്റ്യൻസ് എഴുതാനാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും? നമുക്ക് ഇങ്ങനെ ലീഡിങ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഏതൊക്കെ ലേഡീസിനെ അറിയാം? നമ്മുടെ വന്ദന ശിവ ഉണ്ട്, എക്കോ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള വന്ദന ശിവ ഉണ്ട്, ചിനുവാച്ചിബ ഉണ്ട്, നമ്മുടെ ആഫ്രിക്കൻ റൈറ്റർ ആയിട്ടുള്ള. സോ നമുക്ക് ഇതുപോലെ ആരെങ്കിലും ഒരു ലീഡിംഗ് ആക്ടിവിസ്റ്റ് ഫോർ വുമൻസ് റൈറ്റ്, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരു ലീഡിംഗ് ആക്ടിവിസ്റ്റ് നമ്മളുടെ സ്കൂളിൽ വന്നാൽ നമുക്ക് അവരെ ഇന്റർവ്യൂ ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ എന്തെല്ലാം 4 ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു 4 ക്വസ്റ്റ്യൻ എഴുതാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ യു ആർ ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് വിത്ത് വുമൺ എംപവർമെന്റ് ആൻഡ് എൻവയൺമെന്റൽ ഇഷ്യൂസ്, what evidence do you have that women themselves have responded to issues? അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, how has the government conceived the idea of women empowerment? ഇനി തേർഡ് ക്വസ്റ്റ്യൻ, do you think they get equal pay for equal work? 4, what is your message to the public, especially women? ഇത്തരത്തിലുള്ള 4 ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ സ്കൂളിൽ വരുന്ന വുമൻസ് റൈറ്റ് ആക്ടിവിസ്റ്റിനോട് ചോദിക്കാം. എന്തൊക്കെയാ ചോദിക്കാം? വെൽ യു ആർ ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് വിത്ത് വുമൺ എംപവർമെന്റ് ആൻഡ് എൻവയൺമെന്റൽ ഇഷ്യൂസ്. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ്, നിങ്ങൾ ബോത്ത് എൻവയൺമെന്റൽ ആൻഡ് വുമൺ ഇഷ്യൂസിൽ ഇടപെടുന്നുണ്ട്. വാട്ട് എവിഡൻസ് ഡു യു ഹാവ് ദാറ്റ് വുമൺ ദംസെൽഫ് ഹാവ് റെസ്പോണ്ടഡ് ടു ഇഷ്യൂസ്? സ്ത്രീകൾ സ്വയം ഇത്തരത്തിലുള്ള ഇഷ്യൂസിനോട് റെസ്പോണ്ട് ചെയ്യാത്തതിൽ നിങ്ങളുടെ നിലപാട് എന്താണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഹാസ് ദ ഗവൺമെന്റ് കൺസീവ്ഡ് ദ ഐഡിയ ഓഫ് വുമൺ എംപവർമെന്റ്? സ്ത്രീ ശാക്തീകരണം എന്ന ഐഡിയയെ ഗവൺമെന്റ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ അതാണ്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡു യു തിങ്ക് ദേ ഗെറ്റ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സ്ത്രീകൾക്ക് തുല്യമായ ജോലിക്ക് തുല്യ വേതനം കിട്ടുന്നുണ്ട് എന്ന്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു ദ പബ്ലിക്? നിങ്ങൾക്ക് സമൂഹത്തോട് പറയാനുള്ള മെസ്സേജ് എന്താ? എക്സ്പെഷ്യലി വുമൺ, പ്രത്യേകിച്ചും സ്ത്രീകളോട് പറയാനുള്ള മെസ്സേജ് എന്താ? ഇങ്ങനെ 4 ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാം. നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് 4 ക്വസ്റ്റ്യനും എഴുതാം. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് മോഡലിന് വേണ്ടിയിട്ടാണ് ഇവിടെ 4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Comment on these lines citing the importance of the mother in the family. ഇവിടെ 2 പോയത്തിലെ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. 2 പോയത്തിലും ഓരോ ലൈൻസ് വീതം കൊടുത്തിട്ടുണ്ട്. ഈ ലൈൻസ് വായിച്ചിട്ട് ഫാമിലിയിൽ മദറിനുള്ള ഇമ്പോർട്ടൻസിനെ പറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്.
സോ നമുക്ക് ഏതൊക്കെ ലൈൻസ് ഏതൊക്കെ പോയത്തുനിന്ന് കൊടുത്തിട്ടുള്ളത് നോക്കാം. ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. എനി വുമണിലെ നമ്മുടെ ലാസ്റ്റ് ആ പ്രെയർ ഉണ്ടല്ലോ, ആ ലൈനാണ് അത്. ഹിസ് മദർ ഹു വാസ് പേഷ്യന്റ് ബീങ് ഡെഡ്. ദ ടോയ്സ് എന്ന് പറഞ്ഞ പോയത്തിലെ ലൈനാണ് അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് എങ്ങനെയാ ഒരു ഫാമിലിയിൽ മദറിനുള്ള ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ വന്നാൽ അറ്റൻഡ് ചെയ്യാൻ നോക്കാം. God could not be present everywhere, so he created mothers. ദൈവത്തിന് എല്ലായിടത്തും പ്രത്യക്ഷപ്പെടാൻ സാധിക്കില്ല, കാരണം അതിനു പകരമാണ് അവൻ അമ്മമാരെ ക്രിയേറ്റ് ചെയ്തത്. Both the lines given above emphasize the role of mother in a family. മുകളിൽ കൊടുത്തിരിക്കുന്ന രണ്ട് വരികളും എന്താ പറയുന്നത്? ഒരു ഫാമിലിയിലെ രണ്ട് വരികളും ഊന്നി പറയുന്നത് ഒരു ഫാമിലിയിൽ അമ്മയ്ക്കുള്ള ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ്. It's also throws light on the uniqueness of a mother. അമ്മയുടെ ഈ രണ്ട് ലൈൻസും അമ്മയുടെ യുണീക്നെസ്സിലേക്ക് ഒരു വെളിച്ചം പകരുന്ന രണ്ട് ലൈൻസ് ആണ്. Mother is always concerned about her children, that she prays to God for their safety. മദർ എപ്പോഴും അവളുടെ കുട്ടികളെ പറ്റിയിട്ട് കൺസേൺഡ് ആണ്, കുട്ടികളെ പറ്റിയിട്ട് ഭയങ്കര വ്യാകുലപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാ സമയത്തും അവള് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ്. Here mother prays to God not to take her away till her children become self-dependent. നമ്മുടെ എനിവുമണിൽ അമ്മ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? അവളുടെ കുട്ടികൾ സെൽഫ് ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ സെൽഫ് ഡിപ്പെൻഡന്റ് അല്ലാതാവുന്ന, സെൽഫ് ഇൻഡിപെൻഡന്റ് ആവുന്ന നിമിഷം വരെയെങ്കിലും അവളെ ജീവിക്കാൻ അനുവദിക്കണം എന്നാണ് എനിവുമണിലെ മദർ പ്രാർത്ഥിക്കുന്നത്. Mother shows much patience compared to father. She sacrifices everything for her children. അമ്മയ്ക്കാണ് ഒന്നുകൂടെ പേഷ്യൻസ് ഉള്ളത്. അച്ഛനെ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ അമ്മയ്ക്കാണ് ഒന്നുകൂടെ പേഷ്യൻസ് ഉള്ളത്. She sacrifices everything for her children. അവൾ അവളുടെ മക്കൾക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ റെഡിയാണ്. She bears all the pain for the comfort of her children. അവളുടെ മക്കളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി എന്ത് വേദനയും സഹിക്കാൻ അവൾ റെഡിയാണ്. She is the light of the family. ഒരു കുടുംബത്തിന്റെ വെളിച്ചം എന്ന് പറയുന്നത് ആരാ? മദറാണ്. She is the first friend, first teacher and first guide of her children. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഫസ്റ്റ് ഫ്രണ്ടും ഫസ്റ്റ് ടീച്ചറും ഫസ്റ്റ് ഗൈഡും ആരാ? അമ്മയാണ്. Neither schools nor college or universities can impart the wisdom that is disseminated through the best teacher in the world, mother. ഒരു സ്കൂളിനോ യൂണിവേഴ്സിറ്റിക്കോ കോളേജിനോ അമ്മ പകർന്നു നൽകുന്ന വിസ്റ്റം, അറിവ് പകർന്നു കൊടുക്കാൻ ആർക്കും കഴിയില്ല. ലോകത്ത് വെച്ച് ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ആരാ? അമ്മയാണ്. The house becomes home only because of my mother. അമ്മ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഹൗസ് എന്താവും? വെറും ഹൗസ് ആവും. ഹോം എന്നുള്ള ആ ഒരു ഫീലിംഗ് നമുക്ക് ഹൗസിനോട് കിട്ടില്ല. ഹൗസ് എന്ന് പറയുന്നത് എന്താ? ആ ഒരു കൺസ്ട്രക്ഷനെയും, ഹോം എന്ന് പറയുന്നത് അവിടെ ഉള്ളവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആ ഒരു ബോണ്ടിങ്ങിനെയാണ്. ഒരു വീടിനെ ഹൗസിനെ ഹോം ആക്കി മാറ്റുന്നത് അമ്മയാണ്. She is the thread that connects all members inside the sacred ring of the family. റിലേഷൻഷിപ്പ് എന്ന വലയത്തിനുള്ളിൽ എല്ലാവരെയും കണക്ട് ചെയ്ത് നിർത്തുന്ന ഒരു ത്രെഡാണ് അവള്. റിലേഷൻഷിപ്പ് എന്ന ഒരു സാക്രഡ് റിംഗ്, ഒരു വിശുദ്ധമായ വലയത്തിനുള്ളിൽ എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു നൂലാണ് അമ്മ. ഓക്കെ, ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Sudhamurthy shares her childhood experience in the anecdote Horigallu. Narrate an unforgettable event from the memoirs of your childhood. അപ്പൊ എന്താ, നമ്മുടെ സുധാമൂർത്തി അവളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണ് അവളുടെ അനക്ഡോട്ട് ആയിട്ടുള്ള ഹൊറിഗല്ലൂടെ പറയുന്നത്. ഇതുപോലെ നമ്മുടെ ചൈൽഡ്ഹുഡിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടാവും. നമുക്ക് അൺഫോർഗറ്റബിൾ ആയി തീർന്ന ഒരു ഇൻസിഡന്റ് എല്ലാവർക്കും ചൈൽഡ്ഹുഡിൽ ഉണ്ടാവും. അത്തരത്തിലൊരു ഇൻസിഡന്റ് എഴുതാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് നമുക്ക് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. ഞാനിവിടെ എഴുതിയിട്ടുള്ള എന്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഒന്നല്ല, ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ്, ഒരു മോഡൽ എഴുതിയത്. നമുക്ക് ഓരോരുത്തർക്കും ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആവും. അതിനെ പറ്റിയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കണം എക്സാമിന്. സോ നമുക്ക് അതിന്റെ ഒരു മോഡൽ നോക്കാം.
Childhood memory is an important part of our life. നമ്മുടെ ജീവിതത്തിന്റെ ഇമ്പോർട്ടന്റ് പാർട്ടാണ് ചൈൽഡ്ഹുഡ് മെമ്മറീസും കുട്ടിക്കാലത്തെ ഓർമ്മകളും. The happiest, incredible and unforgettable memories of childhood are quite hard to stop remembering. ഹാപ്പിയസ്റ്റും ഇൻക്രെഡിബിളും അതുപോലെ അൺഫോർഗറ്റബിളും ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഇതിനെ പറ്റി ഓർക്കാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ഹാർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചൈൽഡ്ഹുഡ് മെമ്മറീസിനെ പറ്റിയിട്ട് ഓർക്കുന്നത് നിർത്തുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാർഡായിട്ടാണ്. എന്നും കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ ഓരോരുത്തരും. അത് നമുക്ക് ഏജ് എത്തുമ്പോഴാണ്, ഒരു യങ് ഏജ്, ഒരു യൂത്തിൽ എത്തുന്നതോട് കൂടിയിട്ട് ഓരോ മനുഷ്യനും ലൈഫ് ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് അവിടം തൊട്ടിട്ടാണ് ഒരു മനുഷ്യൻ ലൈഫിലെ കോംപ്ലക്സിറ്റീസ് എല്ലാം അനുഭവിക്കാൻ തുടങ്ങിയത്. ആ ലൈഫ് മുതലാണ് നമ്മൾ കുട്ടിക്കാലത്തിന്റെ കംഫർട്ടും സുരക്ഷിതത്വം എല്ലാം മനസ്സിലാക്കുക. സോ ഓരോ മനുഷ്യനും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കാലാണ് കുട്ടിക്കാലം, അല്ലേ? അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്കത് എഴുതാം. Childhood is the best stage of human life where they can spend time without any fear and stress. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലം, ബാല്യം എന്ന് പറയുന്നതാണ് ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം. കാരണം യാതൊരു പ്രഷറോ സ്ട്രെസ്സോ കോംപ്ലക്സിറ്റീസോ ഒന്നും ഇല്ല. നമ്മൾ ഒന്നിനെ പറ്റിയിട്ടും ബോധേഡ് ആവേണ്ടാത്ത പീരീഡ് എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് ആണ്. I have been raised in a big circle of family with lots of loving individuals. ഞാൻ ഉയർന്നു വന്നത് ഒരു ബിഗ് സർക്കിൾ ഓഫ് ഫാമിലി, ഒരുപാട് പേരുള്ള ഒരു കൂട്ടുകുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വന്നിട്ടുള്ളത്. I have all the lovely memories with them. എനിക്ക് ഒരുപാട് ലവ്ലി മെമ്മറീസ് ഉണ്ട്, വളരെ ഇഷ്ടപ്പെട്ട ഒത്തിരി അനുഭവങ്ങളുണ്ട് അവരോടൊപ്പം. ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ് ഐ വാസ് കെയർ ഫ്രീ ആൻഡ് ഹാഡ് നോ വെറീസ് അറ്റ് ഓൾ. എന്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ ഭയങ്കര കെയർ ഫ്രീ ആയിരുന്നു. ഒന്നിനെ പറ്റി കെയർ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ ഭയങ്കര ഫ്രീയും എനിക്ക് ഒരു വെറീസും ഇല്ലായിരുന്നു. I used to wander like a deer in the open fields enjoying the nature beauty. ഞാൻ ഒരു മാനിനെ അഴിച്ചിട്ടതുപോലെ, അല്ലെങ്കിൽ ഒരു മാനിനെ പോലെ നാച്ചുറൽ മൊത്തം നടന്നു എന്റെ കുട്ടിക്കാലത്ത്. I especially need to mention my grandmother. എനിക്ക് എന്റെ അമ്മൂമ്മയെ പറ്റി പറയാം, അല്ലെ ഗ്രാൻഡ് മദറിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല എന്റെ കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുമ്പോൾ. ഷീ ടേൺഡ് ഇൻടു ആൻ ഓസം ലേഡി. അവരെന്തായിരുന്നു? ഒരു ഓസം ലേഡി ആയിരുന്നു, വളരെ ഓസം ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എഴുതുക. ഞാൻ ജസ്റ്റ് വായിക്കാം. വി യൂസ്ഡ് ടു സ്റ്റീൽ ഫ്രൂട്ട്സ് ഫ്രം ഗാർഡൻ ദാറ്റ് മൈ ഗ്രാൻഡ് മ മെയ്ഡ്. അമ്മമ്മ ഉണ്ടാക്കിയ ഗാർഡനിൽ നിന്ന് ഞങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ കട്ടെടുക്കുമായിരുന്നു. I still can sense the smell and taste of those fruits when I look back at memories. എന്റെ ഓർമ്മകളിലേക്ക് ഇന്നും തിരിഞ്ഞു നോക്കുമ്പോൾ ആ പഴങ്ങളുടെ മധുരവും രുചിയും എല്ലാം ഇന്നെനിക്ക് ഇന്നും സെൻസ് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. I recall the picnic we had at തൃശ്ശൂർ സൂ. തൃശ്ശൂർ സൂവിൽ പോയ പിക്നിക്കിനെ പറ്റി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. There we had certain incidents that are still fresh in my memory. അവിടെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അത് ഇപ്പോഴും ഇന്ന് കഴിഞ്ഞ പോലെ എന്നവണ്ണം എന്റെ മൈൻഡിലുണ്ട്. മൈ മദർ ടുക്ക് സം ഡെലീഷ്യസ് ഫുഡ് ദെയർ. പിക്നിക്കിന് പോയപ്പോൾ അമ്മ ഒരുപാട് ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എടുത്തിരുന്നു. ഐ ക്യാൻ റീകാൾ പ്രിസൈസ്ലി വാട്ട് ദ ഡിഷസ് വർ. എനിക്ക് ഇപ്പോ റീകാൾ ചെയ്യാൻ പറ്റുന്നില്ല അന്ന് ഉണ്ടാക്കിയിരുന്ന ഡിഷസ് എന്തായിരുന്നു. ബട്ട് ദേ വർ ഡെലീഷ്യസ്. എന്നിരുന്നാലും ആ ഫുഡെല്ലാം ഭയങ്കര ഡെലീഷ്യസ് ആയിരുന്നു. ദാറ്റ് വാസ് ആൻ എക്സെപ്ഷണൽ ഡേ. അത് ഒരു പ്രത്യേക ഡേ ആയിരുന്നു, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സെപ്ഷണൽ ഡേ ആയിരുന്നു. വി സംടൈംസ് വിസിറ്റഡ് അവർ native village and that was a fine moment for me and my cousins. Childhood memories are very essential in our life. We should remind ourselves of all the lovely moments. Whenever we recall our childhood memories, it makes us laugh and we feel thrilled and nostalgic. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് എഴുതേണ്ടത്. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആവണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു സ്റ്റോറി, ചൈൽഡ്ഹുഡിനെ പറ്റിയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സ്റ്റോറി. അതിൽ നമ്മൾ ചൈൽഡ്ഹുഡിന്റെ ഇമ്പോർട്ടൻസും ഓരോ കാര്യങ്ങളും ഉൾപ്പെടുത്തുവാണെങ്കിൽ ആ മെമ്മോയർ അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസ് വളരെ
എന്താ വായിക്കാൻ രസമുള്ളതായിരിക്കും. നമുക്ക് എക്സാമിന് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കമ്പാരിസൺ ആണ്. നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു പോയും ടെക്സ്റ്റിന് പുറത്തുനിന്ന് ഒരു പോയം തരും. ഈ രണ്ട് പോയത്തിനെയും കമ്പയർ ചെയ്തിട്ട് രണ്ടും സെയിം തീമുള്ള ഒരു പോയായിരിക്കും. രണ്ടും സെയിം തീമുള്ള പോയംസ് ആയിരിക്കും. അതിനെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് എഴുതാൻ എക്സാമിന് എന്നും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരിക്കും കേട്ടോ. നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു പോയും പിന്നെ പുറത്തുനിന്ന് ചോദിച്ചൊരു പോയം കൂടെ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് എഴുതാനായിരിക്കും. പൊതുവെ എല്ലാ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സോ നമുക്ക് ഇവിടെ കമ്പയർ ചെയ്യാനുള്ളത് എനി വുമൺ, നമ്മുടെ കാതറിൻ ടൈനാൻ എഴുതിയിട്ടുള്ള എനി വുമണും അതുപോലെ തന്നെ റുഡ്യാർഡ് കിപ്ലിങ്ങിന്റെ മദർ ഓഫ് മൈനും എനി വുമണും ആണ് നമുക്ക് ഇവിടെ കമ്പയർ ചെയ്യാനുള്ളത്. സോ നമുക്ക് തന്നിരിക്കുന്ന പോയം മദർ ഓഫ് മൈൻ നോക്കാം. If I were hanged on the highest hill, mother o' mine, O mother o' mine, I know whose love would follow me still, mother o' mine, O mother o' mine. നല്ല രസമില്ലേ ലൈൻസ്? If I were drowned in the deepest sea, mother o' mine, mother o mother o' mine, I know whose love would follow me still, mother o' mine, mother o mother o mine, I know whose tears would come down to me, mother o mine, O mother o mine. If I were damned of body and soul, I know whose prayers would make me a whole, mother o mine, O mother o mine. അപ്പൊ ഇതാണ് റുഡ്യാർഡ് കിപ്ലിംഗ് എഴുതിയിട്ടുള്ള മദർ ഓ മൈൻ എന്നുള്ള പോയം. വളരെ ഈസി ആയിട്ടുള്ള പോയം. ഈ പോയത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കുട്ടിയുടെ ലൈഫിൽ അമ്മയ്ക്കുള്ള ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് പറയുന്ന പോയമാണ് നമ്മുടെ റുഡ്യാർഡ് കിപ്ലിങ്ങിന്റെ ഈ പോയം. എനി വുമൺ എന്ന് പറയുന്നത് എന്താ, ഫാമിലിയിൽ മദറിനുള്ള ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയം. അതുപോലെ തന്നെ ഫാമിലിയിലും ഒരു കുട്ടിയുടെ ഒരു ചൈൽഡിന്റെ ലൈഫിൽ അമ്മയ്ക്കുള്ള ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് പറയുന്ന മറ്റൊരു പോയാണ് റുഡ്യാർഡ് കിപ്ലിങ്ങിന്റെ മദർ ഓ മൈൻ. ഈ രണ്ട് പോയത്തിലും ഏകദേശം ഒരേ തീമാണ് വരുന്നത്. സോ ഫസ്റ്റ് പാരഗ്രാഫ് നമുക്ക് ഈ രണ്ട് പോയത്തിനെ പറ്റിയിട്ടും ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ദെൻ ഈ രണ്ട് പോയത്തിലെ എലമെന്റ്സിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് എഴുതാം. പിന്നെ നമുക്ക് ഇതിൽ വരുന്ന പോയറ്റിക് ഡിവൈസസിനെ ഒക്കെ ഒന്ന് ഉൾപ്പെടുത്തി എഴുതിയാൽ നമ്മുടെ കമ്പാരിസൺ റെഡി. ഒരുപാട് സ്ട്രെസ് ഒന്നും ഇല്ലാത്ത കാര്യം, കാരണം നമ്മൾ എക്സാമിന് ഓൾറെഡി പഠിച്ചു പോകുന്ന പോയാണ്. പുറത്തുനിന്നൊരു ക്വസ്റ്റ്യൻ തരും, രണ്ടും ഏകദേശം സെയിം മീനിങ് ആയിരിക്കും. സോ നമുക്ക് ഇങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് മദറിന്റെ ഇമ്പോർട്ടൻസിനെ ഒക്കെ പറ്റിയിട്ട് എഴുതാട്ടോ ഈ പോയത്തിൽ നിന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ. സോ നമുക്ക് ആൻസർ നോക്കാം. മദർ ഓ മദർ ഓ മൈൻ ഈസ് റിട്ടൺ ബൈ റഡ്യാർഡ് കിപ്ലിംഗ്. ഈ പോയം എഴുതിയിരിക്കുന്നത് ആരാ? റഡ്യാർഡ് കിപ്ലിംഗ് അല്ലെ. വേറാസ് ദ പോയം എനി വുമൺ ഈസ് റിട്ടൺ ബൈ ടൈനാൻ. അതേപോലെ തന്നെ എനി വുമൺ എഴുതിയിട്ടുള്ളത് കാതറിൻ ടൈനാൻ ആണ്. The two poems render a poetic framework to the unconditional love of a mother. ഈ രണ്ട് പോയവും എന്താ ഒരു പോയറ്റിക് ഫ്രെയിംവർക്ക്. എന്തിന്റെ പോയറ്റിക് ഫ്രെയിംവർക്ക് തരുന്നത്? അമ്മയുടെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവിനെ പറ്റിയിട്ട് പറയുന്ന രണ്ട് പോയംസ് ആണ് ഈ പോയംസ്. Mother's care and concern for her children is highlighted in both poems. ഒരമ്മയുടെ കെയറിനെ പറ്റിയിട്ടും വാത്സല്യത്തെ പറ്റിയിട്ടും പിന്നെ അവൾക്ക് തന്റെ മക്കളെ കുറിച്ചുള്ള കൺസേൺസിനെ കുറിച്ചിട്ടും പറയുന്ന രണ്ട് പോയംസ് ആണ് മദർ ഓ മൈനും നമ്മുടെ എനി വുമണും. The poem Mother O' Mine, O Mother O' Mine depicts the warmth of mother's love. റഡ്യാർഡ് കിപ്ലിങ്ങിന്റെ ഈ പോയം എന്താ? അമ്മയുടെ സ്നേഹത്തിന്റെ വാംത്ത് ചൂടാട്ടോ. അമ്മയുടെ സ്നേഹത്തിന്റെ ആ ഒരു കാഠിന്യത്തെ കാണിക്കുന്ന പോയമാണ് മദർ ഓ മൈൻ. Intense love of a mother will be with us all time. അമ്മയുടെ ഇന്റൻസ് ആയിട്ടുള്ള ആഴത്തിലുള്ള സ്നേഹം ഒരു കുട്ടിയുടെ കൂടെ അല്ലെങ്കിൽ ഒരു ചൈൽഡിന്റെ കൂടെ എന്നും ഉണ്ടായിരിക്കും. We will be blessed with our mother's love when we face tragic moments in our life. നമുക്ക് ലൈഫിൽ ഒരുപാട് ട്രാജഡീസ് വരുമ്പോൾ നമ്മൾ എന്താ, അമ്മയുടെ സ്നേഹം നമ്മളെ ബ്ലെസ് ആയിട്ട് നമുക്ക് മുന്നിൽ ഒരു വരദാനം പോലെ വന്നു നിൽക്കും. Her love will follow us as a divine shadow
irrespective of our whereabouts and whatabouts. അവളുടെ സ്നേഹം നമ്മളെ എന്നും ഫോളോ ചെയ്യും. അമ്മയുടെ സ്നേഹം നമ്മളെ എന്നും ഫോളോ ചെയ്യും. ഒരു ഡിവൈൻ ഷാഡോ, ഒരു ദൈവികമായിട്ടുള്ള ഒരു നിഴലിനെ പോലെ, ഡിവൈൻ ദൈവികമായിട്ടുള്ള ഒരു നിഴലിനെ പോലെ അമ്മയുടെ സ്നേഹം എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇറസ്പെക്റ്റീവ് ഓഫ് അവർ വെയറബൌട്ട്സ് ആൻഡ് വാട്ടബൌട്ട്സ്. നമ്മൾ എന്ത് ചെയ്താലും, എന്തെല്ലാം പ്രവർത്തികൾ ചെയ്താലും അമ്മയുടെ സ്നേഹം എന്താ, ഒരു ഷാഡോ, ഒരു ഡിവൈൻ ഷാഡോ പോലെ നമ്മളെന്നും ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. The poet uses many poetic devices. ഒരുപാട് poetic devices ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. They make the poem very effective. അവർ ഈ പോയത്തെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുണ്ട്. Here the poet employs exaggeration to describe the love of a mother. ഈ പോയറ്റ് അതിശയോക്തി ഉപയോഗിച്ചിട്ടുണ്ട്. അമ്മയുടെ സ്നേഹത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് എക്സാജറേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. Her tears would come down to be us even though we are drowned in the deepest sea. നമ്മളൊരു ആഴമുള്ള കടലിൽ വീണ് കഴിഞ്ഞാലും അവളുടെ കണ്ണുനീര് നമ്മളുടെ അടുത്തേക്ക് വരും. ആ കണ്ണുനീരാണ് നമ്മളെ സേവ് ചെയ്യുക. ഇതൊരു എക്സാജറേഷൻ ആണ് ഈ കവിതയിലുള്ള. കാരണം അമ്മയുടെ ആ സ്നേഹത്തിന്റെ ഡീപ്നെസ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുന്നത്, നമ്മൾ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള സീയിൽ പോയാലും അവളുടെ കണ്ണുനീര് നമ്മളിലേക്ക് എത്തും. Her prayers will be with us when our body and soul get damned. അവളുടെ പ്രാർത്ഥനകൾ എന്നും നമ്മളുടെ കൂടെ ഉണ്ടാവും. നമ്മളുടെ ശരീരത്തിനും ആത്മാവിനും ജീവനുള്ളിടത്തോളം കാലം അവളുടെ പ്രാർത്ഥനകൾ എന്നും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും. The poem Any Woman by Catherine Tynan discusses the importance of women at home and in society. A woman plays an important role to make the house alive. The poet uses many metaphors to make her points effective. A woman has been compared to the pillar and arch of the house. She has been called the light of the good son. Children can't grow well without her guidance. She is the force which unites whole children with the sacred ring of love. She protects her children from all dangers. The poem concludes with her request to God, take me not till the children go. ഇനി നമ്മൾ അടുത്തതായിട്ട് എനി വുമൺ എന്ന് പറഞ്ഞ പോയത്തെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The poem Any Woman by Catherine Tynan discusses the importance of women at home and society. ഒരു സ്ത്രീക്ക് കുടുംബത്തിലും ഫാമിലിയിലും സൊസൈറ്റിയിലുള്ള ഇമ്പോർട്ടൻസിനെ പറ്റി പറയുന്ന പോയമാണ് നമ്മുടെ കാതറിൻ ടിനാന്റെ Any Woman. A woman plays an important role to make the house alive. ഒരു വീടിനെ ജീവനുറ്റതാക്കാൻ അല്ലെങ്കിൽ ഒരു വീടിനെ ജീവസുറ്റതാക്കാൻ സ്ത്രീ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അതിൽ അവൾ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് എടുക്കുന്നുണ്ട് ഒരു വീടിനെ അലൈവ് ആക്കി വെക്കാൻ. The poet uses many metaphors to make her points effective. അവളുടെ ഇമ്പോർട്ടൻസിനെ കാണിക്കാൻ വേണ്ടി പോയിട്ട് ഒരുപാട് മെറ്റഫേഴ്സിന് യൂസ് ചെയ്യുന്നുണ്ട്. A woman has been compared to the pillar and arch of the house. ഒരു സ്ത്രീയെ പില്ലറുമായിട്ടും ആർച്ചുമായിട്ടുമാണ് കമ്പയർ ചെയ്യുന്നത്. അല്ലെ, നമ്മുടെ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ, I am the pillars of the house, am I the keystone of the arch. അല്ലെ, ഇങ്ങനെയല്ലേ നമ്മുടെ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പോയത്തിൽ മദർ എന്താ സ്വയം കമ്പയർ ചെയ്യുന്നത്, അവളെ ഒരു പില്ലേഴ്സുമായിട്ട്, തൂണുകളുമായിട്ടും ഒരു കമാനത്തിന്റെ അടിസ്ഥാന ശിലയുമായിട്ടുമാണ് അവളെ സ്വയം കമ്പയർ ചെയ്യുന്നത്. She has been called the light of the good sun. ഒരു ഭൂമിക്ക് എങ്ങനെയാണോ സൂര്യൻ പ്രകാശം കൊടുത്ത് അതിനെ അലൈവ് ആക്കുന്നത്, ഒരു ഭൂമിയെ സൂര്യൻ എങ്ങനെ ജീവസുറ്റതാക്കുന്നോ അതുപോലെ തന്നെയാണ് ഒരു ഫാമിലിയെ അമ്മ അലൈവ് ആക്കി വെക്കുന്നത്. അതായത് ഇവിടെ ഒരു കമ്പാരിസണാ, അവളെ സ്വയം ഒരു സണ്ണിനോട് കമ്പയർ ചെയ്യാം. എർത്തിനെ സംബന്ധിച്ചിടത്തോളം എർത്ത് അലൈവ് ആയിരിക്കണം എങ്കിൽ എന്ത് വേണം, സണ്ണ് വേണം. അതുപോലെ തന്നെ അവളുടെ ഹൗസ് അലൈവ് ആയിരിക്കാൻ അവൾ എന്ത് വേണം, ആ മദറിന്റെ പ്രസൻസ് അവിടെ വേണം. ചിൽഡ്രൻ കാണ്ട് ഗ്രോ വിൽ വിത്തൗട്ട് ഹെർ ഗൈഡൻസ്. അവളുടെ ഗൈഡൻസും സപ്പോർട്ടും ലവും കെയറും ഇല്ലെങ്കിൽ അവളുടെ കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള വേല് നടക്കാൻ പറ്റില്ല. കാരണം അവളുടെ പ്യുവർ ലവ് അവരെന്താക്കും, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കും. അവരെ ഒരു വാണ്ടറാക്കി തീർക്കില്ല അവളുടെ പ്യുവർ ലവ്. ഇതൊക്കെ നമ്മൾ പോയത്തിൽ കണ്ടിട്ടുള്ളതാണല്ലോ അല്ലെ.
She is the force which unites all children within the sacred link of love. സ്നേഹം എന്നുള്ള അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന പരിശുദ്ധ വലയത്തിനുള്ളിൽ ഫാമിലി മെമ്പേഴ്സിനെ ഓരോരുത്തരെയും കണക്ട് ചെയ്യുന്ന ഒരു ത്രെഡ് ആണ് ആര്? അമ്മ. ഷീ പ്രൊട്ടക്ട്സ് ഹെർ ചിൽഡ്രൻ ഫ്രം ഓൾ ഡേഞ്ചേഴ്സ്. അല്ലെ, അവളുടെ കുട്ടികളെ എല്ലാ ഡേഞ്ചേഴ്സിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യും. ഡേഞ്ചേഴ്സിന് എന്താ അവര് പറഞ്ഞിരുന്നത്? വിൻഡ് ആൻഡ് സ്നോ. അല്ലെ, ദ പോയം കൺക്ലൂഡ്സ് വിത്ത് ഹെർ റിക്വസ്റ്റ് ടു ഗോഡ്. ഈ പോയം എങ്ങനെയാ അവസാനിക്കുന്നത്? അവള് ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കുന്നത്? ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. എന്റെ മക്കൾ വളരുന്നത് വരെ എന്നെ നീ അങ്ങോട്ടേക്ക് വിളിക്കരുത്, എന്നെ ജീവിക്കാൻ അനുവദിക്കണം എന്നാണ് ആ അമ്മ പ്രാർത്ഥിക്കുന്നത്. ഇതിലൂടെയും അവളുടെ എന്താ അവളുടെ ഇന്റൻസിറ്റി ഓഫ് ലവ് ആണ്. മക്കളോടുള്ള ആ ഒരു ഡീപ്പ് ഇന്റൻസിറ്റി ഓഫ് ലവ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നതാണ്. ബോത്ത് പോയം ഷെയർ മെനി തിങ്സ് ഇൻ കോമൺ. ഈ രണ്ട് പോയം ഒരുപാട് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ദേ ഡീൽ വിത്ത് ഓൾമോസ്റ്റ് ദ സെയിം തീം. രണ്ട് പോയത്തിനും ഏകദേശം ഒരേ തീമാണുള്ളത്. ദ തീം ഓഫ് ദ പോയംസ് അണ്ടർലൈൻ സെൽഫ് എഫേസിംഗ് ലവ് ഓഫ് എ മദർ. ഈ രണ്ട് പോയം ഡിസ്കസ് ചെയ്യുന്ന മെയിൻ തീം എന്താ? ലവ് ഓഫ് എ മദർ ആണ്. Her unconditional love towards her children is focused in both poems. ഒരു അമ്മയുടെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവിനെ പറ്റിയിട്ടാണ് രണ്ട് പോയത്തിലും പറയുന്നത്. The poets use many poetic devices to make the poems very effective. ഈ രണ്ട് പോയത്തിലും പോയറ്റ്സ് ആയിട്ടുള്ള കാതറിൻ ടൈനാനും അതുപോലെ തന്നെ റഡ്യാർഡ് കിപ്ലിങ്ങും ഒരുപാട് പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ട് പോയത്തെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. The poet Tynan uses a lot of metaphors to make her ideas very effective. ടൈനാൻ എന്താ യൂസ് ചെയ്തിട്ടുള്ളത്? ഒരുപാട് മെറ്റഫേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അവളുടെ ഐഡിയാസ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. സെയിം ടൈം വി ക്യാൻ ആൾസോ സീ whereas Rudyard Kipling uses exaggeration to reinforce the theme of the poem. എനിവുമണിൽ ടൈനാൻ യൂസ് ചെയ്യുന്നത് മെറ്റഫർ ആണെങ്കിൽ റഡ്യാർഡ് കിപ്ലിംഗ് മദറോമൈനിൽ യൂസ് ചെയ്യുന്ന ഇതെന്താ? എക്സാജറേഷൻ ആണ്. അമ്മയുടെ സ്നേഹം കാണിക്കാൻ എനിവുമണിൽ മെറ്റഫർ യൂസ് ചെയ്യുമ്പോൾ റഡ്യാർഡ് കിപ്ലിംഗ് എന്താ യൂസ് ചെയ്യുന്നത്? എക്സാജറേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. വി ക്യാൻ ആൾസോ സീ മെനി കോൺട്രാസ്റ്റസ്. ഈ പോയത്തിന് നമുക്ക് സിമിലാരിറ്റീസ് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ഒരുപാട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് നമുക്ക് ഈ പോയത്തിലൂടെ കാണാൻ സാധിക്കും. Both poems appeals to the readers through their simple diction and structure. ഈ രണ്ട് പോയവും റീഡേഴ്സിന് പ്രിയപ്പെട്ടതായി തീരാൻ കാരണം അതിൽ യൂസ് ചെയ്തിരിക്കുന്ന സിമ്പിൾ ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ്, സിമ്പിൾ ലാംഗ്വേജും അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഈ പോയം റീഡേഴ്സിന് എന്താക്കുന്നത്? പ്രിയപ്പെട്ടതാക്കി തീർക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ കമ്പാരിസൺ എഴുതേണ്ടത്. ഒരു 4-5 സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ കമ്പാരിസൺ 4-5 പാരഗ്രാഫിൽ കമ്പാരിസൺ എഴുതുവാണെങ്കിൽ നമുക്ക് നല്ലൊരു മാർക്ക് തന്നെ എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യുവർ സ്കൂൾ ഓർഗനൈസസ് എ പാനൽ ഡിസ്കഷൻ ഓൺ ദ ടോപ്പിക് വുമൺ, ഫാമിലി ആൻഡ് നാഷൻ. യു ഓൾസോ പ്രസന്റ് യുവർ വ്യൂസ് ഓൺ ദ ടോപ്പിക്. പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് യുവർ പ്രസന്റേഷൻ. അതായത് നമ്മുടെ സ്കൂൾ ഒരു പാനൽ ഡിസ്കഷൻ ഉണ്ടല്ലോ, കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. ഇൻ ദ ടോപ്പിക്, ആ പാനൽ ഡിസ്കഷന്റെ ടോപ്പിക് എന്ന് പറയുന്നത് വുമൺ, ഫാമിലി ആൻഡ് നാഷൻ ആണ്. ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മളും ഒരു പാനൽ ഡിസ്കഷന്റെ ഒരു പ്രസന്റേഷൻ നടത്തുന്നുണ്ട്. നമ്മളും ആ പാനൽ ഡിസ്കഷനിൽ ഒരു പ്രസന്റേഷൻ നടത്തുന്നുണ്ട്. ആ പ്രസന്റേഷൻ എഴുതാനാണ്, ആ പ്രസന്റേഷന്റെ സ്ക്രിപ്റ്റ് എഴുതാനാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാനൽ ഡിസ്കഷനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആ ക്വസ്റ്റ്യൻ എഴുതുന്നത് നമുക്ക് നോക്കാം. ഹോണറബിൾ പാനലിസ്റ്റസ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ബഹുമാനപ്പെട്ട പാനലിസ്റ്റ് എത്തിയിരിക്കുന്ന പാനലിസ്റ്റും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഐ ഹാവ് ഇമ്മൻസ് പ്ലഷർ ടു ബി എ പാർട്ട് ഓഫ് ദിസ് പാനൽ ഡിസ്കഷൻ. ഈ പാനൽ ഡിസ്കഷന്റെ പാർട്ട് ആവാൻ സാധിച്ചതിൽ എനിക്ക് അടങ്ങാത്ത സന്തോഷമുണ്ട്. The topic women, family and nation is being discussed in detail across the globe.
നമുക്ക് തന്നിരിക്കുന്ന വിഷയമായിട്ടുള്ള വിമൻ, ഫാമിലി ആൻഡ് നാഷൻ എന്നുള്ളത് നമ്മുടെ ഈ ഗ്ലോബില്, നമ്മുടെ ഈ ഭൂമിയിൽ ഒട്ടാകെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. ഹിയർ ലെറ്റ് മീ ഷെയർ മൈ തോട്ട്സ് ഓൺ ദ ടോപ്പിക് വിത്ത് യു. നിങ്ങൾ എന്നെ അനുവദിക്കണം ഈ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഐഡിയാസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ അനുവദിക്കണം. It is true that women play pivotal role in a family and a nation. സ്ത്രീകള് ഫാമിലിയിലായാലും അതുപോലെ തന്നെ ഒരു നാഷനിലായാലും, ഫാമിലിയിലും നാഷനിലും പിവറ്റൽ ആയിട്ടുള്ള ഒരു റോള് തന്നെ, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് തന്നെയാണ് സ്ത്രീകൾ പ്ലേ ചെയ്യുന്നത്. They are the integral part of the system. They are the integral part of the system. നമ്മുടെ സിസ്റ്റത്തിന്റെ ഹോം ആയിക്കോട്ടെ നാഷൻ ആയിക്കോട്ടെ അതിന്റെ ഇന്റഗ്രൽ പാർട്ട് എന്ന് പറയുന്നത് സ്ത്രീയാണ്. എ വുമൺ ഈസ് എ പില്ലർ ഓഫ് എ ഫാമിലി. ഒരു സ്ത്രീയാണ് ഒരു വീടിന്റെ തൂണ്. ഷീ ഹോൾഡ്സ് ഹെർ ചിൽഡ്രൻ ടുഗദർ ഇൻ എ സാക്രഡ് റിംഗ് ഓഫ് ലവ്. അമ്മയാണ് അവളുടെ മക്കളെ, അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് അവളുടെ മക്കളെ സ്നേഹം എന്ന പരിശുദ്ധ വലയത്തിനുള്ളിൽ നിർത്തുന്നത്. മെനി ആർ ദി പ്രൈമറി കെയർടേക്കേഴ്സ് ഓഫ് ദ ഫാമിലി. സ്ത്രീകളാണ് വീട്ടിലെ പ്രൈമറി കെയർടേക്കേഴ്സ്. മെനി ഓഫ് ദ ഫാമിലീസ് വിമൺ ആണ് പ്രൈമറി കെയർടേക്കേഴ്സ് എന്ന് പറയുന്നത്. ഹെർ മൾട്ടിഫാരിയസ് ടാസ്കസ് അറ്റ് ഹോം മേക്ക് ദ ഹോം ആൾവേസ് ക്ലീൻ ആൻഡ് ടൈഡി. അവളുടെ മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള ആക്ഷൻസും ടാസ്കുകളും എന്താ വീടിനെ ക്ലീനും നീറ്റും ആക്കിയിട്ട് വെക്കുന്നു. It is shocking to know that many women are the victims of domestic violence and atrocities. ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസ് എന്താ, ഗാർഹിക പീഡനത്തിന്റെയും അതിക്രമങ്ങളുടെയും ഇരയായി സ്ത്രീകൾ മാറുന്നു എന്നറിയുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. അല്ലെങ്കിൽ അത് നമുക്ക് എന്താ വിശ്വസിക്കാൻ പറ്റാത്തതാണ്. ഒരു ഷോക്ക് തന്നെയാണ്. ഗാർഹിക പീഡനത്തിന്റെയും അതിക്രമങ്ങളുടെയും ഇരയായിത്തീരുന്നു സ്ത്രീകൾ. ഇത് നമുക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാ. ജസ്റ്റ് ലൈക്ക് നോമിത, അല്ലെ, നമ്മുടെ മാച്ച് ബോക്സിലെ ക്യാരക്ടർ ആയിട്ടുള്ള നോമിത. ദേ ലീവ് ഇൻ എ ഹൗസ് ആസ് എ ഡോൾ. അവൾ എങ്ങനെയാ വീട്ടിൽ ജീവിക്കുന്ന, ഒരു പാവയെ പോലെയാണ് ജീവിക്കുന്നത്. ഇത് വായിച്ചപ്പോ എനിക്ക് ഓർമ്മ വന്നത് ഡോൾസ് ഹൗസ് എന്ന നോവലാട്ടോ. ഡോൾസ് ഹൗസ് എന്ന പ്ലേ, അതിലും എന്താ സ്ത്രീയെ ഒരു ഡോളുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ബീയിങ് എ സബ്ജക്ട് ടു ദ ഇൻസൾട്ട് ഓഫ് അതേഴ്സ്. അവൾ എന്താ വീട്ടിലൊരു പാവയെ പോലെ നിൽക്കുന്ന, എന്തിനു മറ്റുള്ളവരുടെ ഇൻസൾട്ട് ഏറ്റുവാങ്ങാനായിട്ട് ഉള്ള ഒരു പാവയെ പോലെയാണ് നോമിത വീട്ടിൽ നിൽക്കുന്നത്. അതേഴ്സ് അറ്റ് ഹോം ക്വസ്റ്റ്യൻസ് ഹെർ ഐഡന്റിറ്റി. അവളുടെ വ്യക്തിത്വത്തെ ആ വീട്ടിലുള്ള ഓരോരുത്തരും എന്താ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. ആസ് ആശാപൂർണ ദേവി റൈറ്റ്ലി ഒബ്സർവ്സ്, quite without fear they put them in their pockets. അതുകൊണ്ടാണ് ആശാപൂർണ ദേവി എന്ത് വിമനെ മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഒരു പേടിയില്ലാതെ, കാരണം സ്ത്രീകൾ എപ്പോഴും ഒപ്രസ് ചെയ്യപ്പെടേണ്ടവരാണ് എന്നുള്ള തോട്ട് സ്ത്രീകളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് പുരുഷന്മാര് ഒരു പേടിയില്ലാതെ അവരെ അവരുടെ പോക്കറ്റിൽ വയ്ക്കുന്നത്. ഇവിടെ എന്താ അജിത്ത് അവന്റെ പോക്കറ്റിൽ വയ്ക്കുന്ന മാച്ച് ബോക്സ്, അതുപോലെ തന്നെ സെയിമാണ് നോമിതയുടെ സിറ്റുവേഷനും. അവൾക്ക് എന്താ അവളെ എപ്പോഴും ഒപ്രസ് ചെയ്യാനാണ് ആര് ശ്രമിക്കുന്നത്, അജിത്ത്. കാരണം അവള് തിരിച്ചൊന്നും പ്രതികരിക്കില്ല എന്നുള്ള ഒരു ധൈര്യത്തിലാണ് അവളെ അവൻ കണ്ടിന്യൂസ് ആയിട്ട് ഒപ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. It is true that many women play the role of national and global leaders. സ്ത്രീകൾ നാഷണലും ഗ്ലോബലും ആയിട്ടുള്ള, അതായത് ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലുള്ള ലീഡേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ബട്ട് ദ എക്കണോമിക് റോൾ ഓഫ് വിമൺ ഇൻ എ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ് ഈസ് ബീയിങ് ക്വസ്റ്റ്യൻഡ്. പക്ഷേ ഒരു എക്കണോമിക് റോൾ, അതായത് ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തില് സ്ത്രീകൾ ചെലവഴിക്കുന്ന പങ്കാളിത്തം നമുക്ക് എന്താ ക്വസ്റ്റ്യനിങ് ആയിട്ടുള്ളത് തന്നെ, ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. കാരണം വിമണിന് എക്കണോമിക് ആയിട്ട് രാജ്യത്തിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് കാരണം നമ്മൾ 3Ls ഓഫ് എംപവർമെന്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസും ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഇല്ലാത്തതുമാണ് സ്ത്രീകൾ എക്കണോമിക് ഗ്രോത്തിന്റെ പാർട്ട് ആവുന്നതിൽ നിന്ന് അവരെ പിൻവലിക്കുന്നത്, അല്ലെ. ദേ കോൺട്രിബ്യൂട്ട് ലെസ് ടു ദ ടോട്ടൽ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ വേൾഡ്. സ്ത്രീകളാണ് എന്ത് രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നതിൽ ഏറ്റവും കുറവ്. ഇറ്റ് ഈസ് നോട്ട് ദെയർ ഫാൾട്ട്. പക്ഷെ അതൊരിക്കലും അവരുടെ കുഴപ്പമല്ല.
ദേ ആർ റെഡി ടു കോൺട്രിബ്യൂട്ട്. അവരെന്താ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ റെഡിയാണ്. ബട്ട് ദേ ആർ നോട്ട് ഗിവൺ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. പക്ഷെ അവർക്ക് തുല്യമായിട്ടുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല. ആസ് എ കോൺസിക്വൻസ് മെനി നാഷൻസ് ലാഗ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം. ഇതിന്റെയൊക്കെ കോൺസിക്വൻസ് പരിമിത ഫലമായിട്ടാണ് എന്ത്, ഒരുപാട് നാഷൻസ്, ഒരുപാട് രാജ്യങ്ങള് അവരുടെ എക്കണോമിക് ഗ്രോത്തിന്റെ അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ കാര്യത്തിൽ എന്ത് ഒരു ലാഗ് വരുന്നത്. ദ 3 L's ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് ക്യാൻ ചേഞ്ച് ദിസ് പിക്ചർ. നമുക്ക് ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് എന്നുള്ള ഈ 3 L's ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പിക്ചറിനെ, രാജ്യത്തിന്റെ ഈ ഒരു പെർ ക്യാപിറ്റ ഇൻകത്തിൽ സ്ത്രീകളുടെ കോൺട്രിബ്യൂഷന്റെ ആ ഒരു പിക്ചർ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. എഡ്യൂക്കേറ്റഡ് ആൻഡ് പ്രൊഫഷണലി ട്രെയിൻഡ് വുമൺ ക്യാൻ കോൺട്രിബ്യൂട്ട് മച്ച്. എഡ്യൂക്കേറ്റഡ് ആയിട്ടും വിദ്യാഭ്യാസം ലഭിച്ചതും അതായത് പ്രൊഫഷണലി ട്രെയിൻഡും ആയിട്ടുള്ള വിമൻസിന് ഒരുപാട് കാര്യങ്ങൾ ഈ ഫീൽഡിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ടു ദ ഗ്രോത്ത് ഓഫ് എ നാഷൻ, ഒരു നാഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരു നാഷന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സ്ത്രീയെ കൊണ്ട് സാധിക്കും. They are more likely to make decisions based on inclusion, compassion with a focus on a long-term sustainability of nation. അവർക്ക് ഒരുപാട് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഇൻക്ലൂഷനും കമ്പാഷനും പിന്നെന്താ നമ്മൾ അന്ന് പറഞ്ഞില്ലേ, ഇൻക്ലൂഷനും കമ്പാഷനും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് വിമൻസിന് ഒരുപാട് ഡിസിഷൻസ്, നാഷന്റെ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഡിസിഷൻ എടുക്കാൻ അവരെന്താ ടാലന്റഡ് ആണ്. പക്ഷെ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തതാണ് അവരെ ഒപ്രസ് ചെയ്യുന്നത്, അവരെ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നതിൽ നിന്ന് തടയുന്നത് അല്ലെ. നമ്മൾ അന്ന് 3 L's ഓഫ് എംപവർമെന്റ് ഡിസ്കസ് ചെയ്തപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിമൺ ആണ് ഒരു നാഷന്റെ പെർ ക്യാപിറ്റ ഇൻകം, അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്ത്, ഇതിലൊക്കെ മോർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. In many nations, women are denied freedom for higher education or for occupation. ഒരുപാട് രാജ്യങ്ങളിൽ ഇന്നും കണ്ടുവരുന്നത് എന്താ, ഹയർ എഡ്യൂക്കേഷന് വിമണിന് ഒരു ഫ്രീഡം ഇല്ല. സ്ത്രീക്ക് എന്താ ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന രാജ്യങ്ങൾ കുറവാണ്. അവൾക്ക് ഹയർ എഡ്യൂക്കേഷൻ കിട്ടുന്ന കാര്യത്തിൽ ഒരു ഫ്രീഡം, ഒരു സ്വാതന്ത്ര്യം ഇല്ല. വിമൺ എഡ്യൂക്കേഷൻ ഈസ് എ മസ്റ്റ് ഫോർ ദ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സ്. കാരണം എന്താന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കിട്ടണം. അതായത് സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് മിനിമം റിസോഴ്സ് ആണ്. അതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസേഷൻ, ഹ്യൂമൻ റിസോഴ്സിന്റെ മാക്സിമം യൂട്ടിലൈസേഷൻ സാധ്യമാകണമെങ്കിൽ സ്ത്രീകൾക്കും കൂടി ഹയർ എഡ്യൂക്കേഷൻ കിട്ടണം. വിമൺ എംപവർമെന്റ് അസ്യൂംസ് എ സ്പെഷ്യൽ സിഗ്നിഫിക്കൻസ് ഇൻ ദ മോഡേൺ വേൾഡ്. വിമൺ എംപവർമെന്റിന്, അതായത് സ്ത്രീ ശാക്തീകരണത്തിന് ഇന്നത്തെ മോഡേൺ വേൾഡിൽ നല്ലൊരു എന്തുണ്ട്, സിഗ്നിഫിക്കൻസ് ഉണ്ട്. ആസ് ദ എൻറ്റയർ നാഷൻ ക്യാൻ റീപ് ദ ബെനിഫിറ്റ് ഫ്രം ഇറ്റ്. അവരുടെ സ്ത്രീകളുടെ എംപവർമെന്റ് നാഷന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്. അവരെ എംപവർ ചെയ്യാൻ സാധിച്ച നാഷന് അതിന്റെ ബെനിഫിറ്റ്സ് എന്താ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. റീപ് മീൻസ് കൊയ്തെടുക്കാം. Let's work hard for women empowerment as it can do miracles in the family and in the nation. സോ നമ്മൾ എല്ലാവരും എന്തിനു വേണ്ടിയിട്ടാ, വിമൻ എംപവർമെന്റിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. ഇറ്റ് ക്യാൻ ആൾസോ ഡു മിറക്കിൾസ് ഇൻ ദ ഫാമിലി ആൻഡ് നാഷൻസ്. വിമൻ എംപവർമെന്റ് എന്താ, നാഷനിലായിക്കോട്ടെ ഫാമിലിയിലായിക്കോട്ടെ എന്തുണ്ടാക്കും, മിറക്കിൾസ് ഉണ്ടാക്കും അല്ലേ. ലെറ്റ് മീ കൺക്ലൂഡ് മൈ പ്രസന്റേഷൻ ബൈ റിമൈൻഡിങ് you of an African adage, if you educate a boy you train a man, if you educate a girl you train a village. അപ്പോൾ ഞാൻ എൻ്റെ എന്താ പ്രസന്റേഷൻ കൺക്ലൂഡ് ചെയ്യാം. നിങ്ങൾ ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട്, എന്ത് കാര്യം, ഒരു ആഫ്രിക്കൻ പ്രോവർബ് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ. നിങ്ങൾ ഒരു ബോയ്ക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു മാനിനെയാണ് ട്രെയിൻ ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ഒരു സ്ത്രീക്ക്, ഒരു ഗേളിനാണെങ്കിൽ നിങ്ങൾ എന്തോ ഒരു വില്ലേജിനെ തന്നെയാണ് ട്രെയിൻ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ പാനൽ. നിങ്ങൾ നമുക്ക് ഒന്നുകൂടി വായിക്കാം അല്ലെ പാനൽ ഡിസ്കഷൻ. Honorable panelists and my dear friends,
I have immense pleasure to be a part of this panel discussion. Topic women, family, and nation is being discussed in detail across the globe. Here, let me share my thoughts on the topic with you. It is true that women play a pivotal role in a family and a nation. They are the integral part of the system. A woman is a pillar of a family. She holds her children together in the sacred ring of love. Many are the primary caretakers of the family. Her multifarious tasks at home make the home always clean and tidy. It is shocking to know that many women are the victims of domestic violence and atrocities. Just like Nomida, they live in the houses as a doll, being a subject to the insult of others. Others at home questions her identity. As Ashapurna Devi rightly observes, quite without fear they put them in their pockets. It is true that many women play the role of national and global leaders, but the economic role of women in a rapidly changing world is being questioned. They contribute less to the total economic growth of the world. It is not their fault. They are ready to contribute, but they are not given equal opportunities. As a consequence, many nations lagging per capita income, the three L's, learning, labor, and leadership, can change this. Educated and professionally trained women can contribute much to the growth of a nation. They are more likely to make decisions based on inclusion and compassion with the focus on a long-term sustainability of a nation. In many nations, women are denied freedom for higher education or for occupation. Women education is must for the maximum utilization of the resources. Women empowerment assumes a special significance in the modern world as the entire nation can rebuild family. Let's work hard for women empowerment as we can do miracles in the family and the nation. Let me conclude my presentation by reminding you of an African adage. If you educate a boy, you train a man. If you educate a girl, you train a village. അപ്പൊ ഇത്രയാണ് നമ്മുടെ പാനൽ ഡിസ്കഷന്റെ സ്ക്രിപ്റ്റ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Friends, as you know, atrocities against women are increasing day by day. Sorry, Adalato. The neighbor justified the need for the wall by stating good fences make good neighbors. Comment on the statement and prepare a write-up. നമ്മുടെ മെൻഡിങ് വാൾ ഉണ്ടല്ലോ, റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയിട്ടുള്ള മെൻഡിങ് വാളില് നമ്മുടെ സ്പീക്കറോട് നെയ്ബർ എന്താ പറയുന്നേ? ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അദ്ദേഹം പറഞ്ഞ ആ വാക്കിനെ ഒന്ന് കമന്റ് ചെയ്യാൻ, അതിനെ ഒന്ന് വിശദീകരിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസർ എങ്ങനെ എഴുതും നമുക്ക് നോക്കാം. ആ വാക്കിനെ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു റൈറ്റപ്പ്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു റൈറ്റപ്പ് എഴുതണം. അപ്പൊ എങ്ങനെയായിരിക്കും ആൻസർ എന്ന് നമുക്ക് നോക്കാം. The neighbor in Robert Frost's poem Mending Wall tells this. Though the poem is about a wall which is to be mended every spring season. നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റിന്റെ പോയം ആയിട്ടുള്ള മെൻഡിങ് വാളിലെ നെയ്ബർ പറയുന്നത് എന്താ പറയുന്നത്? ദ പോയം ഈസ് എബൌട്ട് വാൾ. ഈ പോയം എന്ന് പറയുന്നത് ഒരു വാളിനെ പറ്റിയിട്ടാണ്, അല്ലെ ഒരു മതിലിനെ പറ്റിയിട്ട്. വിച്ച് ഈസ് ടു ബി മെൻഡഡ് എവറി സ്പ്രിംഗ് സീസൺ. എല്ലാ സീസണിലും മെൻഡ് ചെയ്യും, കൂട്ടിച്ചേർക്കുവാണ് ആ വാള്, അല്ലെങ്കിൽ റീബിൽഡ് ചെയ്യുവാണ്. The soul of the poem lies in the arguments and counter arguments between the two neighbors. ഈ പോയത്തിന്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത് രണ്ട് നെയ്ബേഴ്സ് തമ്മിലുള്ള, രണ്ട് അയൽവാസികൾ തമ്മിലുള്ള ആർഗ്യുമെന്റ്സും കൗണ്ടർ ആർഗ്യുമെന്റ്സും ആണ്. The poet tells his neighbor that wall is absolutely unnecessary. പോയറ്റ് നെയ്ബറിനോട് എന്താ പറയുന്നത്? വാൾ എന്നുള്ളത് unnecessary ആണ്. He adds that his apple tree will never eat or disturb the pine which grows on his neighbor's property.
എന്താ പോയിട്ട് പറയുന്നത്, എന്റെ തോട്ടത്തിലുള്ള ആപ്പിൾ ട്രീ നിങ്ങളുടെ തോട്ടത്തിലുള്ള പൈൻ ട്രീനെ ഒരിക്കലും എന്താ ഡിസ്റ്റർബ് ചെയ്യില്ല. ബട്ട് ദ നെയ്ബർ ഓൺലി സേസ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. ഇതിനൊക്കെ ഉള്ള റിപ്ലൈ ആയിട്ട് എന്താ നമ്മുടെ നെയ്ബർ പറയുന്നത്? ഗുഡ് ഫെൻസസ്, നല്ല മതിലുകൾ നല്ല നെയ്ബേഴ്സിനെ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ഹി urges to instill in him the idea that walls are necessary. നെയ്ബർ പറയുന്ന ഐഡിയ എന്താ? വാൾസ് നെസസറി ആണ്. നമ്മൾ സ്പീക്കർ എന്താ പറയുന്നത്? വാൾസ് അൺനെസസറി ആണ്. ദ നെയ്ബർ ബിലീവ്സ് ദാറ്റ് ഗുഡ് വാൾസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നെയ്ബർ ചിന്തിക്കുന്നത് എന്താന്ന് വെച്ചാല് നല്ല വോള്, അതായത് നല്ല മതിലുകൾ നല്ല നെയ്ബേഴ്സിനെ ഉണ്ടാക്കും. ഹി ഈസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് എ ഗുഡ് ഫെൻസ് ഹെൽപ്സ് ടു കീപ് സം ലിമിറ്റ്. നെയ്ബർ അതിലൂടെ പറയുന്ന ഒപ്പീനിയൻ എന്താ വെച്ചാല് നല്ലൊരു മതിലിലൂടെ അവർക്ക് അവരുടെ ലിമിറ്റ്സിന് കീപ്പ് ചെയ്യാൻ പറ്റും. ആ മതിൽ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ലിമിറ്റ്സിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. To a great extent, I too agree with the neighbor's words. A good fence helps to maintain a good relationship with our neighbor. If there is no fence between the two properties, there is a more chance of conflict between the two parties. In my opinion, a good fence is very much necessary to keep some limits between neighbors. It also creates privacy for each party. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ റിപ്പീറ്റ് പറയുന്നത്, സോ പറയേണ്ട ആവശ്യമില്ല. However, the fence should not be very high or without a gate or opening. If it is too high and without any opening, it will badly affect the communication between the ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ബ്ലോഗ് എൻട്രി ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കണം. നമുക്കിപ്പോ എല്ലാം കൂടെ ലൈൻ ബൈ ലൈൻ ഇങ്ങനെ ഓരോ വരിയും വായിച്ച് മീനിങ് പറയല് പോസിബിൾ അല്ല. അടുത്ത നമ്മുടെ അമീഗോ ബ്രദേഴ്സിലെ ഒരു ഇതുണ്ടല്ലോ കോൺടെസ്റ്റ്, ആ കോൺടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോഗ് എൻട്രി എഴുതാനാണ്. ജസ്റ്റ് വായിക്കാം. ആന്റോണിയ ആൻഡ് ഫെലിക്സ് known as to the world. What an amazing match he knew them for many years. Nobody fell to the canvas at a particular moment. Only the sound of their applause could be heard. The crowd had gone mute. I was thunderstruck. Even the referee was turned by the At last, they embraced each other and left the ring hand in hand. What a pretty ending. They are players who prepare and practice. They are players who get hurt but they also get up and help to get up. They are players who win in life. I am proud of my friends. They went away without receiving the praise. I believe, as someone said, there is nothing on this earth more to be prized than true friendship. അപ്പൊ ഇത്രയാണ് നമ്മുടെ ബ്ലോഗ് എൻട്രി. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഇതിന് പുറമെ ഞാൻ ഇതിൽ കുറച്ചുകൂടി എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമ്മുടെ ഫ്രേസൽ വെർബ്സ് ഒക്കെ ആഡ് ചെയ്യാണ്. കംപ്ലീറ്റ് ദി സെന്റൻസ് ക്വസ്റ്റ്യൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കണം. ആൻസറും അതിന്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എക്സ്പീരിയൻസ് എഴുതാനായിട്ട് ഉണ്ട്. നമ്മുടെ അമിഗോ ബ്രദേഴ്സിൽ ആ ഫൈറ്റ് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് എഴുതാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണിത്. പിന്നെ നമുക്ക് ഇതുപോലെ വെർബൊക്കെ വെച്ചിട്ട് അഡ്ജക്റ്റീവ്സ് വെച്ചിട്ട് നമ്മുടെ ഒരു കംപ്ലീറ്റ് സെന്റൻസ് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നിങ്ങൾ ചെയ്യണം. പിന്നെ റോബർട്ട് ബാൾവിന്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഈ ക്ലാസ്സിൽ നമ്മൾ നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച് നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എഴുതി. പിന്നെന്താ ഒരു കമ്പാരിസൺ ആണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്ത്.
അതിനുശേഷം ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിനെ ഒരു മെമ്മോയർ എന്നതിനെ പറ്റി പറഞ്ഞു. പിന്നെ 2 പോയം കമ്പയർ ചെയ്യുന്നത് പറഞ്ഞു. പിന്നെ ഒരു പാനൽ ഡിസ്കഷന്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത് എങ്ങനെയാന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താ ഡിസ്കസ് ചെയ്ത് ഒരു ബ്ലോഗ് എൻട്രി എഴുതാൻ അല്ലെ. ആന്റോണിയോയും ഫെലിക്സും തമ്മിലുള്ള ആ ഒരു കോണ്ടസ്റ്റ് കണ്ടിട്ട് ആ കോണ്ടസ്റ്റിന്റെ ഒരു ബ്ലോഗ് എൻട്രി എഴുതാനാണ് പറഞ്ഞത്. സോ ഇത്രയാണ് നമുക്ക് +2 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ +2 ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു. ഇത് +2 ഓണം എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് വീഡിയോ ആണ്. സോ നിങ്ങളെല്ലാവരും നല്ല രീതിക്ക് എക്സാം അറ്റൻഡ് ചെയ്യുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക, ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇംഗ്ലീഷിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നോർമലി ചോദിച്ചു കണ്ടിട്ടുള്ളത്. സോ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും നോക്കിയിട്ട് വേണം പോവാൻ. 2080 തൊട്ട് 2023 വരെയുള്ള ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ചെയ്തിട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ നവമിതയുടെ ക്യാരക്ടർ സ്കെച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. സോ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.